ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ടോപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ ഫ്രണ്ട് വശം വെട്ടിയിട്ടുണ്ട്. ഒരു 36 ഇഞ്ചിൻ്റെ ടോപ്പാണ്. ഷോൾഡർ നമ്മൾ 7 എടുത്തിട്ടുണ്ട്, നെക്കിന് 3 എടുത്തിട്ടുണ്ട്, ഷോൾഡറിൻ്റെ ഭാഗം 4 എടുത്തിട്ടുണ്ട്. പിന്നെ 4 ബിറ്റായിട്ടാണല്ലോ നമ്മൾ മടക്കി വെക്കുന്നത്. അതുകൊണ്ട് ചെസ്റ്റ് അളവ് 36ൻ്റെ 4 ഭാഗം എടുത്തിട്ടുണ്ട്, 9. അതുപോലെ വേസ്റ്റ് അളവ് മുകളിൽ നിന്നിട്ട് താഴോട്ട് 14 15 എടുക്കുക. എന്നിട്ട് അവിടെ വേസ്റ്റ് അളവ് 34 32 അവരവരുടെ അളവ് എത്ര വെച്ച് അതെടുക്കുക. അതുപോലെ ഹിപ്പ് സൈസിൻ്റെ അവിടെയും നമ്മൾ ഓപ്പൺ വരുമല്ലോ, അവിടെ മുകളിൽ നിന്നിട്ട് ഒരു 20 ഇഞ്ചോളം താഴോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയാണ് നമുക്ക് ഓപ്പൺ കൊടുക്കേണ്ടത്. അവിടെ ഹിപ്പിൻ്റെ അളവ് നമ്മൾ നോക്കുക. ഹിപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ഹിപ്പിൻ്റെ ചുറ്റളവ് എടുത്തിട്ട് അവിടെ 4ൻ്റെ ഒരു ഭാഗം കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ 2 പീസ് ആകുമ്പോൾ 4 പിറ്റാണല്ലോ, അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് വെട്ടുമ്പോൾ ഫ്രണ്ട് പീസിനെ തൂക്കിയിട്ട് അതേ അളവ് തന്നെയാണ് മുകൾ വശത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ബാക്കും അതേപോലെ വെട്ടി മാറ്റുക. നമ്മൾ നെക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ലാസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണത് കേട്ടോ. അതായത് ക്യാൻവാസ് വെച്ചിട്ട് വെട്ടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നെക്കിൻ്റെ ഡെപ്ത്തൊക്കെ ആഴമൊക്കെ നമുക്ക് ഫ്രണ്ടും ബാക്കും വ്യത്യാസമായിരിക്കും. ഇതിപ്പോൾ ബാക്കിന് തന്നെ 7ഓളം നീളമുണ്ട്, ആഴമുണ്ട്. ഫ്രണ്ടിന് നമുക്ക് 5.5 വരുന്നുള്ളൂ കേട്ടോ, 5 5.5 വരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വെട്ടുക. നെക്കിൻ്റെ അളവിൽ മാത്രമായിരിക്കും നമ്മൾ ഫ്രണ്ടും ബാക്കും വെട്ടുമ്പോൾ വ്യത്യാസം വരുള്ളൂ കേട്ടോ. പിന്നെ ആം ഹോള് അതെല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ 7 എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, വരച്ച് വയ്ക്കുന്നുണ്ട്. നമ്മളിതിൽ ക്യാൻവാസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇതിന് ഈ ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കണുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഷോൾഡർ അളവ് 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മൊത്തം 7ന് 3 നമ്മൾ നെക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്, 4 ഷോൾഡർ അളവ് കേട്ടോ. ആം ഹോൾ ഡെപ്ത്ത് 7 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടും ബാക്കും കൂടി വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ബാക്കി വരുന്ന പീസിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഡിസൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടാവുമല്ലോ, ആ പാൻറ്റ് കട്ട് ചെയ്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇതിലൊക്കെ കയ്യിലൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഒരു കുരുവിയോ ഒരു ഡക്കിൻ്റെയൊക്കെ ഒരു ചെറിയ ഡിസൈൻസാണ്. അതുകൊണ്ട് നമ്മൾ തലകിഴായി വരാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം. ഓരോ കൈ വെട്ടിയാലും മതിയിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് വെട്ടുമ്പോൾ ഒന്ന് മേലോട്ട് പോവും, ഒന്ന് താഴോട്ട് വരും. അപ്പോൾ വയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് വെട്ടുക. സ്ലീവിനെ നമ്മളിത് അതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഒരുപാട് തുണി ബാക്കി ഉണ്ടാവും, എന്നാലും നമ്മളത് വെട്ടി വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കോട്ടനൊക്കെ ആകുമ്പോൾ സ്വല്പം കാലിഞ്ചോളമൊക്കെ ലൂസിലെടുക്കണം. നമ്മളത് വെള്ളത്തിലിട്ട് നനയ്ക്കുമ്പോഴേ കറക്റ്റായിട്ട് വെട്ടി മാറ്റുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഒരു പ്രാവശ്യം വെള്ളത്തിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് വീണ്ടും ചുരുങ്ങാനാണ് സാധ്യത. അതുകൊണ്ടൊരു 4 ഇഞ്ച് ലൂസിലൊക്കെ വേണം എടുക്കണമെങ്കിൽ കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് കുറച്ച് 1.5 ഇഞ്ചോളം നമ്മൾ കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് ആ സ്റ്റിച്ച് വരുമല്ലോ, അവിടെ ഒന്ന് കൈ വെച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് സ്ലീവിൻ്റെ മോഡലിൽ വെട്ടിയെടുക്കുക. സെൻറ്റർ ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. കച്ചം നമുക്ക് പിടിക്കാതിരിക്കാനാണ്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ബിറ്റാണ്. അതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ.
ഇതുപോലെ വെച്ചിട്ട് ക്യാൻവാസ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ക്യാൻവാസ് ഒന്നും ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് സ്റ്റിഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നെക്ക് എത്ര മാർക്ക് ചെയ്ത് കൊടുത്തു വെച്ചാൽ 5 മുകളിൽ നിന്നിട്ടും അതുപോലെ സ്റ്റിച്ചിങ് അലവൻസിന് 1 ഇഞ്ചും കൂടി മുകളിലും താഴെയും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുക. വെറുതെ ഒരു കോട്ടൻ്റെ തുണി ഉള്ളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് നൂല് കൊണ്ട് ചുറ്റിയാലും മതി. അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ബോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തുണിക്കുള്ളിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് ചുരുട്ടി കെട്ടിയാലും മതി കേട്ടോ. അങ്ങനെ ഒരു 5 6 എടുക്കുക. നമ്മുടെ ആവശ്യാനുസരണത്തിന് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇടയിലിടയിൽ വെച്ച് കൊടുക്കുക. ഞാൻ വെച്ച് കൊടുക്കുന്നത് തെർമോക്കോളിൻ്റെ ബോളാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിൽ ഒന്ന് നടുവായിട്ട് കട്ട് ചെയ്യുക. ആദ്യം നമ്മൾ നെക്കിനുള്ള ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഈ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുക കേട്ടോ. ആ സെൻറ്ററിൽ നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ, അവിടെ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അടിക്കുക കേട്ടോ. അത് 4 സൈഡും അടിക്കണം. എന്നാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അടിച്ചാൽ മതി. സെൻറ്റർ ആദ്യം തന്നെ നമ്മൾ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അത് അടിക്കാനായിട്ട് നമ്മൾ സിംഗിൾ ഫുട്ടർ വേണം എടുക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് മുതലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 5 നെക്ക് വരും. താഴെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്ത് പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സിംഗിൾ ഫുട്ടർ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ മുകൾ വശത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലൂടെ കറക്റ്റായിട്ട് ഒരു അടിയും കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി നെക്കിൻ്റെ ഭാഗം ഈ തുണി അതിനെ ഫ്രണ്ട് വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നെക്കിൽ അടിച്ചെടുക്കുക. ഇതെത്രയാണ് നമുക്ക് നെക്ക് വരുന്നത്. നമ്മൾ ഈ വെച്ച പീസിൽ ക്യാൻവാസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പേപ്പർ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, സ്റ്റിഫായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ അവിടെ വെട്ടി മാറ്റുക. എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ മുകൾ വശത്തൂടെ അടിക്കുക കേട്ടോ. അടിച്ചിട്ട് തിരിക്കുക. തിരിക്കുമ്പോൾ ഇത് മുകൾ വശത്തായിട്ട് ഫ്രണ്ട് വശത്തേക്ക് വരും. നമുക്ക് ബാക്ക് അടിക്കാം. അതിന് മുന്നായിട്ട് സ്ലീവ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ.
സ്ലീവിന് ഞാൻ കൈയിൻ്റെ സൈഡിൽ പാൻറ്റിൻ്റെ ബിറ്റാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്ലീവും അതുപോലെ അടിച്ചെടുക്കുക. ആദ്യം ഉള്ളിലൂടെ വെച്ച് കൊടുത്തിട്ട് മുകൾ വശത്തേക്ക് തിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ ഒരു രണ്ട് റോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിൽ കെട്ടാനായിട്ട് കേട്ടോ. ഇതാണ് ബാക്കിലേക്കുള്ള ക്യാൻവാസ് വെട്ടി വെച്ചിരിക്കുന്നത്. 2 ടക്ക് പഠിക്കാനുള്ളത് മാർക്ക് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ചായിട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടക്ക് പിടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ആം ഹോളിൻ്റെ കുറച്ച് താഴെയായിട്ടും നമ്മുടെ ഹിപ്പ് സൈസ് നമ്മൾ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ഓപ്പൺ വരുന്ന ഭാഗം, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഒരു 9 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ കൊടുക്കുന്നത്. ചെറിയ ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചോ വീതിയിൽ നമ്മളത് അടിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളൊരു 2 ഇഞ്ചോളം ഇതിന് ലൂസ് കൊടുത്തിട്ടുണ്ട്. ലൂസിന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ്. അതുകൊണ്ട് നമുക്കിതിൽ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കാണും. ബാക്കിൽ കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവും. എന്നിട്ട് നമ്മളിതിനെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച ആ പീസ് ഇതിൽ മുകൾ വശത്ത് വെച്ചിട്ട് 2 സെൻറ്റർ മാർക്ക് കൊടുക്കുക. എന്നിട്ട് തിരിക്കുക. ഈസി ആയിട്ട് നമുക്ക് നെക്ക് ഡീസൻ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. കാലിഞ്ച് വ്യത്യാസത്തിൽ വെട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ തുണി തിരിക്കാനൊക്കെ ആയിട്ട് അവിടെ ഓരോ വെട്ട് കൊടുക്കണം. എങ്കിലേ നന്നായിട്ട് നമുക്ക് തിരിഞ്ഞു വരുള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ മുകൾ വശത്ത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്ത് മുകൾ വശത്ത് അടിച്ചാലും മതി കേട്ടോ. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉൾവശത്ത് ഒന്ന് ജസ്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം സൂചി നൂല് ഉപയോഗിച്ചിട്ട്. അപ്പം നീറ്റായിട്ടുണ്ടാവും. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കിൻ്റെയും കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ ഭാഗം ഫ്രണ്ട് കുഴി വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഇതെങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കുഴി വരുന്ന ഭാഗം നമ്മൾ സ്ലീവിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് എത്ര വ്യത്യാസത്തിൽ നമ്മൾ മാർക്ക് കൊടുക്കണ്ടല്ലോ, ആ മാർക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ 36 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ 36 ഇഞ്ചാകുമ്പോൾ 18 മാർക്ക് കൊടുക്കുക. വേസ്റ്റ് 34 അതിനും അതുപോലെ അതിൻ്റെ പകുതി എടുക്കുക. ഹിപ്പും അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് മാർക്ക് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് അടിക്കുക. ഇത്രയേ ഉള്ളൂ.